Hello guys, welcome back to my channel V3 Explorer. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ 9 വേൾഡ് എഗ് ഡേ അഥവാ മുട്ട ദിനം. അപ്പോൾ മുട്ട ദിനത്തിൽ നമ്മൾ രണ്ട് കിടിലൻ മുട്ട വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് മുട്ടമാലയും മുട്ടപ്പോളയും അല്ലെങ്കിൽ മുട്ട സുർക്ക, പിന്നെ നമ്മുടെ ഫ്ലഫി ഓംലെറ്റ്. അപ്പോൾ നമ്മുടെ ഫ്ലഫി ഓംലെറ്റ് ഞാനും നമ്മുടെ മുട്ടമാല മുട്ട സുർക്ക ആ വിഭവം നമുക്കൊരു ചേച്ചിയുമാണ്, അതായത് നമ്മുടെ നാട്ടിലുള്ള ഒരു കിടിലൻ ഷെഫ് വേണമെങ്കിൽ പറയാം, ഒരു ഫൗസിയ ചേച്ചിയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് മുട്ട സുർക്ക മുട്ടമാലയാണ്. അപ്പൊ അതിനായിട്ട് നമ്മുടെ ചേച്ചി തയ്യാറായിട്ടുണ്ട്, നമ്മുടെ ഫൗസിയ ചേച്ചി. അതിനാവശ്യമായ മുട്ട പൊട്ടിച്ച് അതിന്റെ മഞ്ഞയും വെള്ളയും വേറെ വേറെ മാറ്റുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മൾ മഞ്ഞയും വെള്ളയും മാറ്റുന്ന സമയത്ത് രണ്ടും മിക്സ് ആവാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു തരത്തിലും ഇത്തിരി പോലും നമുക്ക് മിക്സ് ആവാൻ പാടില്ല. അപ്പൊ നമ്മൾ സൂക്ഷിച്ചു വേണം നമ്മൾ മുട്ടയുടെ മഞ്ഞയും മുട്ടയുടെ വെള്ളയും മാറ്റിയെടുക്കണം. അപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കുന്ന സമയത്തിന് കുറച്ച് മുമ്പ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ മഞ്ഞയും വെള്ളയും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റിയെടുത്ത മുട്ടയുടെ മഞ്ഞ ഒന്ന് നല്ല അരിപ്പ വെച്ച് നമ്മൾ അതൊന്ന് നന്നായി അങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മളത് ഊറ്റിയെടുക്കണം. അത് ചെയ്യുന്നതിനാ വെച്ചാൽ ഇപ്പൊ നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഒരു എന്താ കട്ടയായിട്ട് ഓരോരോ ഇതായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അത് മാറ്റി എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നന്നായി ഒന്ന് ഒരു അരിപ്പ വെച്ച് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മുട്ടയുടെ മഞ്ഞ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കളറിന് വേണ്ടി, അതായത് കുറച്ച് മഞ്ഞ കളറിന് വേണ്ടി നമ്മൾ കളർ ആഡ് ചെയ്യാണ്, കുറച്ച് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്ത് അത് നമ്മളൊരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ മുട്ടമാല എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നൂല് പോലെ വരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് ഏത് ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ ഏതാ ബോട്ടിലില്ല വെച്ചാൽ അതിലേക്ക് ഒഴിച്ചാൽ അതിൻ്റെ നമുക്കിപ്പോൾ നൂല് പോലെ വരുന്ന ഭാഗമാണ് അതിനുള്ളതെങ്കിൽ അത് മതി. നമ്മളൊന്ന് ചെറിയതായിട്ട് ദ്വാരാക്കി കൊടുത്ത് വേണം നമ്മളത് ചെയ്യാൻ. ഇനി നമുക്ക് ആവശ്യമായ സാധനം എന്ന് വെച്ചാൽ, നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു കപ്പ് വെള്ളവും ആ കപ്പിൽ തന്നെ അതേ അളവ്, അതായത് ഒരു 5 സ്പൂൺ പഞ്ചസാരയും നമ്മൾ എടുക്കാം. 5 സ്പൂൺ പഞ്ചസാര എടുത്ത് ഈ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക്. എന്നിട്ട് അത് നമ്മൾ സ്റ്റൗ കത്തിച്ച് അതിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ പഞ്ചസാര എടുത്ത് അത് നന്നായി നമ്മൾ ചൂടാക്കി എടുത്തതിന് ശേഷം വേണം നമ്മളിങ്ങനെ നമ്മുടെ മഞ്ഞ ഒഴിച്ചു കൊടുക്കും. അപ്പൊ നമ്മുടെ ഷുഗർ സിറപ്പ് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മഞ്ഞ ഇങ്ങനെ ഒഴിച്ചു നൂലായി കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ നമുക്ക് ഇത് റെഡിയായി കിട്ടും. ഇനി നമുക്ക് മുട്ടമാല റെഡിയായി. ഇനി നമുക്ക് അതിന്റെ മുട്ട സുർക്കയും കൂടി ഒന്ന് റെഡിയാക്കാണ്ട്, അതിനായി നമ്മൾ ഒരു പാത്രം എടുത്ത് അതിനകത്തൊരു പ്ലേറ്റും കൂടിയിട്ട് നമ്മുടെ മുട്ടപ്പോള മുട്ട സുർക്ക തയ്യാറാക്കാനായിട്ട് നമ്മൾ മുട്ടയുടെ വെള്ളം എടുത്തു വെച്ചില്ലേ, അതിലേക്ക് 2 സ്പൂൺ നമ്മുടെ മിൽക്ക് പൗഡർ, അതായത് പാൽ പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കട്ട കെട്ടാത്ത രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പൊ നമ്മൾ ചൂടാൻ വെച്ച നമ്മുടെ പാത്രത്തിലോട്ട് ഈ മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മുട്ടപ്പോളയുടെ മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് അടച്ച് വേവിക്കാം. നമുക്ക് ഒരു 5-10 മിനിറ്റ് നേരം നമ്മളൊന്ന് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട സുർക്ക ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പ്ലേറ്റ് എടുത്ത് വെച്ച് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ മുട്ട സുർക്ക അഥവാ മുട്ടപ്പോള എന്ന് പറയുന്ന സാധനം. അപ്പൊ നമ്മുടെ മുട്ടമാലയും മുട്ട സുർക്കയും മുട്ടപ്പോളയും കൂടി നമ്മളൊരു പ്ലേറ്റിലോട്ട് ഇട്ട് വയ്ക്കുകയാണ്. അപ്പോൾ കിഡിലായിട്ടല്ലേ ചേച്ചി ഉണ്ടാക്കി തന്നത്, ഒരു കിഡിലായിട്ടാണ്. അപ്പോൾ ഈ മുട്ട ദിനത്തിൽ നിങ്ങൾ ഇതൊന്ന് എന്തായാലും ചെയ്ത് നോക്കുക. എന്നിട്ട് ഞങ്ങളോട് കമന്റ് പറയാം ചേച്ചിയുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് നമുക്ക് അറിയിക്കാം.
നമ്മുടെ രണ്ടാമത്തെ വിഭവമാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലഫി ഓംലേറ്റ് ആണ്. അപ്പോൾ ഇതൊരു വൈറൽ കുക്കിംഗ് ആയിരുന്നു കുറച്ചു കാലം മുമ്പേ. അതൊന്ന് നമുക്ക് ഈ മുട്ട ദിനത്തിൽ ചെയ്ത് നോക്കാം. അതിനാവശ്യമായി ഞാൻ 2 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലോട്ട് ഒഴിക്കാം. ഇനി പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് തന്നെ മഞ്ഞയും വെള്ളയും വേറെ വേറെ എടുത്ത് മാറ്റാൻ പറ്റുന്നവരാണെങ്കിൽ മാറ്റിയെടുക്കാം. ഞാൻ ഒരു ബൗളിൽ ഒഴിച്ചതിന് ശേഷമാണ് ഇതിൽ നിന്നും മഞ്ഞ എടുത്ത് മാറ്റുന്നത്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും മാറ്റിയതിന് ശേഷം വെള്ളം നമുക്കൊന്ന് വിസ്ക് വെച്ച് നന്നായി അടിച്ചെടുക്കാം. നന്നായി അങ്ങനെ പതഞ്ഞു വരുന്ന വരെ നമുക്കൊന്നിത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ള നന്നായി ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഞ്ചസാരയും ഉപ്പുമാണ് ആവശ്യം. ഇനി നന്നായി ഒന്ന് ഇത് നമ്മുടെ കൈവച്ച് മിക്സ് വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി പതഞ്ഞു വരണം ഇത്. അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ളം നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞയും കൂടി ഒന്ന് ആഡ് ചെയ്ത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി. പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയും നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും മിക്സ് ചെയ്തിരിക്കുന്ന ആ മിശ്രം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല കട്ടി ഉള്ള ഒരു പരുവായിട്ടാണുള്ളത്. അതൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ചെറുതായി ഒന്ന് ഇങ്ങനെ നിരത്തി കൊടുക്കാം. പരത്തി ഇങ്ങനെ കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഫ്ലഫി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലഫി ഓംലെറ്റും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുട്ട ദിനത്തിൽ ഇതിനപ്പുറം എന്തായാലും ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ 2 വിഭവവും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ 2 വിഭവവും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളാണ്. അപ്പോൾ രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ മുഴുവനായി കാണുക. ഒരു സ്റ്റെപ്പും മിസ് ചെയ്യാണ്ട് നിങ്ങൾ കണ്ടാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് റെസിപ്പി മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഫ്ലഫി ഓംലേറ്റിന്റെ ഒരു ടേസ്റ്റ് പറയുന്നത് ഒരു മധുരവും ഉപ്പും കൂടിയുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇത് വെറുതെ കൊടുക്കാനും പറ്റും. അല്ല നമ്മളിപ്പോൾ ബ്രെഡിനകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.